Hello everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണ്. ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന നമ്മുടെ 9 CBSE ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ്. എന്നാൽ തമ്പനയിൽ കണ്ടതുപോലെ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ഡിസ്കസ് ചെയ്യാനാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയ ബീ കീപ്പിംഗ് ആണ്. സോ വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ബീ കീപ്പിംഗ്? തേനീച്ച വളർത്തൽ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അത് തന്നെയാണ് ബീ കീപ്പിംഗ്. അപ്പോൾ നമുക്കൊരു വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹണി ഈസ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് ദെയർഫോർ ബീ കീപ്പിംഗ് for making honey has become an agricultural enterprise. തേനിന്റെ ആവശ്യകത വളരെയധികം കൂടിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ തേൻ വാങ്ങിക്കുന്നു, പല പർപ്പസിന് വേണ്ടി തേന് വാങ്ങിക്കുന്നു. അപ്പോൾ തേൻ എന്ന് പറയുമ്പോൾ തേൻ മാത്രമല്ല ആളുകൾ പർച്ചേസ് ചെയ്യുന്നത്, ബീ വാക്സിനും ബീ പോളൻ അതിനൊക്കെ ഡിമാൻഡ് വളരെയധികം കൂടുന്നത് കൊണ്ട് തന്നെ തേനീച്ച പരിപാലനം അല്ലെങ്കിൽ ബീ കീപ്പിംഗ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഗ്രികൾച്ചർ എന്റർപ്രൈസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സിൻസ് ബീ കീപ്പിംഗ് നീഡ്സ് ലോ ഇൻവെസ്റ്റ്മെന്റ്, ഫാർമേഴ്സ് യൂസ് ഇറ്റ് ആസ് എൻ അഡീഷണൽ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്. തേനീച്ച പരിപാലനത്തിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറവായതുകൊണ്ട്, ലോ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഫാർമേഴ്സ് അവരുടെ സൈഡ് ഇൻകം ആയിട്ട്, ഒരു അഡീഷണൽ സൈഡ് ഇൻകം ആയിട്ട് ബീ കീപ്പിങ്ങിനെ അവരെന്ത് ചെയ്യുന്നു? കാണുന്നു. ഇൻ അഡീഷൻ ടു ഹണി, ബീ ഹൈവ്സ് ആർ എ സോഴ്സ് ഓഫ് വാക്സ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് മെഡിസിനൽ പ്രിപ്പറേഷൻ. അപ്പൊ തേനീച്ചക്കൂട്, തേനീച്ച എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക തേൻ എന്നത് മാത്രമാണ്. എന്നാൽ തേൻ എന്നത് മാത്രമല്ല, അവിടെ ബീ വാക്സ്, മെഴുക്, ആ വാക്സ് എന്ന് പറയുന്നത് പല മെഡിസിനൽ പ്രിപ്പറേഷനും ചില മരുന്നുകളുടെ ഉൽപ്പാദനത്തിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തേനീച്ച വളർത്തൽ അല്ലെങ്കിൽ തേനീച്ച പരിപാലനത്തിൽ അവരുടെ ലക്ഷ്യം തേൻ മാത്രമല്ല, തേനെ ബിസിനസ് ചെയ്യാൻ മാത്രമല്ല, ബീ വാക്സ്, ഈ മെഴുകു ബിസിനസ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. ഇവിടുത്തെ പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലോക്കൽ വെറൈറ്റി ഓഫ് ബീസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ ഹണി പ്രൊഡക്ഷൻ അപ്പിസ് സെറീന ഇൻഡിക്ക. അപ്പൊ നമ്മുടെ ലോക്കൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള തേനീച്ച വിഭാഗമാണ് അപ്പിസ് സെറീന ഇൻഡിക്ക. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യൻ ബി എന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇന്ത്യൻ ബി ഏതാണ് അങ്ങനെ ചോദിക്കും. ഇന്ത്യൻ ബി, മാച്ച് ദ ഫോളോ ചോദിക്കാം. ഇന്ത്യൻ ബി ഏതാ? അപ്പിസ് ഇൻഡിക്ക, അപ്പിസ് സെറേന ഇൻഡിക്ക, അതാണ് ഇന്ത്യൻ ബി. പിന്നെ വേറൊരാളുണ്ട് അപ്പിസ് ഡോർസാറ്റ. അപ്പിസ് ഡോർസാറ്റ അത് റോക്ക് ബി എന്ന പേരിൽ അറിയപ്പെടും. ആ റോക്ക് ബീനെയാണ് അപ്പിസ് ഡോർസാറ്റ എന്ന് പറയുന്നത്. ഇനി അപ്പിസ് ഫ്ലോറിയ ഉണ്ട്. അപ്പിസ് ഫ്ലോറിയ അത് ലിറ്റിൽ ബി ആണ്. അപ്പിസ് ഫ്ലോറിയ ലിറ്റിൽ ബി. ഇനി ഈ കൂട്ടത്തിലെ കൊമ്പനാരാണ്? അത് ഇറ്റാലിയൻ ബി വെറൈറ്റി ആണ്, അപ്പിസ് മെല്ലിഫറ. ഇത് ശ്രദ്ധിക്കണം, ഇറ്റാലിയൻ ബി വെറൈറ്റി അപ്പിസ് മെല്ലിഫറ. ഈ അപ്പിസ് മെല്ലിഫറയെ വളരെ കൂടുതലായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഹാസ് ബീൻ ബ്രോട്ട് ഇൻ ടു ഇൻക്രീസ് ഈൽഡ് ഓഫ് ഹണി. തേനിന്റെ ഈൽഡ് കൂട്ടാൻ നമ്മൾ ഇറ്റാലിയൻ ബി വെറൈറ്റിയായ അപ്പിസ് മെല്ലിഫറയെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ചോദ്യം ഉണ്ടാകുന്ന ഒരു ഭാഗം, ഈ കാണിച്ചിരിക്കുന്ന ബീസ് അപ്പിസ് സെറീന ഇൻഡിക്ക, അപ്പിസ് ഡോർസാറ്റ, അപ്പിസ് ഫ്ലോറിയ, അപ്പിസ് മെല്ലിഫറ, ഇത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. അപ്പിസ് ഡോർസാറ്റ ഏതാണ്? അത് റോക്ക് ബി ആണ്. അപ്പിസ് ഫ്ലോറിയ ഏതാണ്? അത് നമ്മൾ പറഞ്ഞ ലിറ്റിൽ ബി ആണ്. അപ്പിസ് സെറേന ഇൻഡിക്ക അത് ഇന്ത്യൻ ബി ആണ്. അപ്പിസ് മെല്ലിഫറ അത് ഇറ്റാലിയൻ ബി ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. പിന്നെ ഈ ഭാഗത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ കൊമേഴ്ഷ്യൽ ഹണി പ്രൊഡക്ഷനിൽ നമ്മൾ ഈ ഇറ്റാലിയൻ ബിയെ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇറ്റാലിയൻ ബിയുടെ അഡ്വാൻറ്റേജ് എന്താണ്? ദ ഇറ്റാലിയൻ ബീസ് ഹാവ് ഹൈ ഹണി കളക്ഷൻ കപ്പാസിറ്റി. കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്,
ഈ കർഷകർ, അതായത് ഇത്തരം തേനീച്ച പരിപാലനവുമായി ബന്ധപ്പെട്ട കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നം തേനീച്ച കുത്തുന്നതാണ്. തേനീച്ച കുത്തുമല്ലോ. എന്നാൽ എപ്പിസ് മെല്ലിഫറ എന്ന ഈ ഇറ്റാലിയൻ ബീ വെറൈറ്റി സ്റ്റിങ് സംവാട്ട് ലെസ്സും, അത്ര അങ്ങട് അഗ്രസീവ് അല്ല. മറ്റുള്ളവർ അഗ്രസീവ് ആവുന്ന സാഹചര്യത്തിൽ ഇത് അത്രത്തോളം അഗ്രസീവ് അല്ല, അത്രത്തോളം അങ്ങ് സ്റ്റിങ് ചെയ്യില്ല. രണ്ടാമത്തത്, ദേ സ്റ്റേ ഇൻ ഗിവൺ ബീ ഹൈവ് ഫോർ ലോങ് പീരീഡ്. അതിന്റെ കൂട് അത് കുറെ കാലത്തേക്ക് സർവൈവ് ചെയ്യും, കുറെ കാലത്തേക്ക് ആ കൊടുത്ത ബീ ഹൈവിൽ അത് സ്റ്റേ ചെയ്യും. പെട്ടെന്ന് ഇതിന്റെ കൂട് മാറത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കർഷകർ കാണുന്നു. ആൻഡ് ബ്രീഡ് വെരി വെൽ, നല്ല രീതിയിൽ തന്നെ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുകയും പിന്നെ ജനറേഷൻ ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എന്ത് പറയാം, ഇത് വളരെയധികം ഇറ്റാലിയൻ ബീ വെറൈറ്റി നമ്മൾ യൂസ് ചെയ്യേണ്ട സാഹചര്യം ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് കൂടുന്നു. ഫോർ കമേഴ്ഷ്യൽ ഹണി പ്രൊഡക്ഷൻ ബീ ഫാംസ് ഓർ അപ്പിയറീസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഈ തേന്, നമുക്കറിയാം തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന തേനീച്ചക്കൂടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേന്, ഈ തേനിന്റെ വാല്യൂ അതുപോലെ തന്നെ ക്വാളിറ്റി വ്യത്യസ്തപ്പെട്ടിരിക്കും. അത് ജീവിക്കുന്ന സാഹചര്യം, അവിടെ കിട്ടുന്ന ഫ്ലവേഴ്സ്, പലതരം പൂക്കളുണ്ട്, പലതരം പൂക്കളുടെ നെക്ടേഴ്സ് ഇത് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതിന്റെ നെക്ടറും ബീ പോളനും അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് ഓഫ് ദ ഹണി, അത് ഏത് ഫ്ലവറിൽ പോകുന്നു, ക്വാണ്ടിറ്റി ഓഫ് പാസ്റ്ററേജ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ഫ്ലവർ, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് തേനിന്റെ ടേസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഓരോ തരത്തിലുള്ള തേനീച്ചകൾക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന തേനുകൾക്ക് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അവർ കളക്ട് ചെയ്യുന്ന ഫ്ലവറിന്റെ നെക്ടേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലേക്ക് അവർ പോകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തേനിന്റെ ടേസ്റ്റിലും തേനിന്റെ ആ ഒരു കളറിലും ഡിഫറൻസസ് കാണിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ബീ കീപ്പിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. പരീക്ഷയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരിക്കലും മറക്കരുത്. പ്രത്യേകിച്ച് ഡിഫറൻറ്റ് ബീ വെറൈറ്റീസ് തീർച്ചയായിട്ടും ഓർത്ത് വെക്കണം. അപ്പിസ് സെറീന ഇൻഡിക്ക, ഇന്ത്യൻ ബീ, അപ്പിസ് ഫ്ലോറിയ, ലിറ്റിൽ ബീ, അപ്പിസ് ഡോർസാറ്റ, റോക്ക് ബീ, ദെൻ അപ്പിസ് മെല്ലിഫറ, ഇറ്റാലിയൻ ബീ. പിന്നെ ഇറ്റാലിയൻ ബീ ഉപയോഗിക്കുന്ന ഇറ്റാലിയൻ ബീയെ നമ്മൾ ഉപയോഗിക്കേണ്ട അഡ്വാൻറ്റേജസ് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത ഏറെയാണ്. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. ബൈ.